ചങ്കള എന്താ പാടും ഉസാറല്ലേ? ഇപ്പം അപ്പം എന്നേ മുതലാളിയുടെ തോട്ടത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അൽസാദിലാണ്. ഇവിടുന്ന് ഒരു 35 കിലോമീറ്റർ ഉണ്ട്. അപ്പം എന്തായാലും തോട്ടത്തിലെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. പോയപ്പോൾ എന്താ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈത്തപ്പന പൂക്കുന്ന ടൈമാണ്. അപ്പൊ ഈത്തപ്പനയുടെ പുഗും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ആൺപുഗ് എങ്ങനെയാണ്, പെൺപുഗ് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് വെക്കുക, എന്തൊക്കെയാണ് അതിന്റെ തർത്തീബ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഇന്ന് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് എന്തെങ്കിലും നടക്കുമെന്ന് അറിയില്ല. എന്തായാലും വേണം ഞാനിപ്പോൾ നമ്മുടെ അൽസാദി നമ്മുടെ തോട്ടത്തിന്റെ മുമ്പിലെത്തി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ചിന്തിക്കാതെ ഗേറ്റ് അടച്ച് അവിടെ കിടക്കുകയാണ്. അപ്പൊ നമ്മൾ തുറക്കുക അതിന്റെ ഉള്ളിലാണ് കിടക്കുക. ഈത്തപ്പന ഒരുപാടുണ്ട് കേട്ടോ, പുതിയതും പഴയതൊക്കെ ആയിട്ട്. എന്തായാലും ഇപ്പൊ നെബാത്ത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അറബിയിൽ ഇതിന് നെബാത്ത് എന്ന് പറയും, അതായത് ചെടി അല്ലെങ്കിൽ പുഗ് എന്നൊക്കെ അർത്ഥം വരും. നെബത്ത് എന്ന് പറയുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. എന്തായാലും ഇതാട്ടാ സാധനം നെബാത്ത് ഇവിടെ പൊട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതെങ്ങനെ മരത്തുമ്പോ നിൽക്കണം എന്നുള്ളതും ഇതെങ്ങനെ മരത്തുമ്പോ കട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇതുണ്ടോ ഈ നെബാത്ത് എന്ന് പറയുന്ന സാധനത്ത് ഉണങ്ങിയതാണ്. അതിങ്ങനെ പൊളിച്ചിട്ട് വെച്ചിരിക്കുകയാണ് വെയിലത്ത്. ഇവിടുത്തെ പനമ്മ പുഗ് വെക്കാൻ വേണ്ടി പുഗിന് വേണ്ടി ഞാൻ ഇവിടുന്ന് 35 കിലോമീറ്റർ ഓടിയിട്ട് വണ്ടി കൊണ്ട് അങ്ങോട്ട് പോയത്. ഇപ്പൊ മുലയുള്ള തോട്ടം തന്നെ കണ്ടില്ലേ, പൊട്ടിയല്ലേ വൃത്തിയാണ്. എന്തായാലും ഇപ്പൊ തോട്ടത്തിനുള്ളിൽ കടന്നു കൂടിയാണ്. ഇപ്പൊ ചങ്കള് നമ്മളെ മുതലാളിയുടെ അൽസാദിലുള്ള തോട്ടാട്ടത് വലിയ തോട്ടാണ്. പക്ഷെ എന്തറിയോ, ഉള്ളിക്കൊന്നും പോകാനേ സമയമില്ലാറെ. കഴിച്ചനേപ്പ് നോക്കാണ് വലിയ തോട്ട ഒരുപാടുണ്ട്. തോട്ടം കാണാനുണ്ടോ? ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറേ ഉണ്ട്, ഏക്കറ കണക്കിന് സ്ഥലം. തെങ്ങിന്റെ ചൊട്ട വരുന്ന മാതിരിയേ ഈത്തപ്പഴത്തിന്റെ ചൊട്ടയൊക്കെ കാണുന്നത്. ഇനി അതിൽ പൂ വെച്ച് കൊടുക്കണം. ഈ ചെറുതുമൊക്കെ അത് വന്നിക്കണം, കാണാണ്ടോ? ഇല്ല ഇന്നൊക്കെ വന്നിട്ട് എല്ലാ മരത്തിനും വന്ന് തുടങ്ങണുള്ളൂ, കൂടുതലൊന്നും ആയിട്ടില്ല. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പുതിയ തജ്ജ് വെച്ചതാ. ഇത് പണ്ടത്തെ നെബാത്ത് വെച്ചാട്ടെ. ഇത് ഞാനാ കാണിച്ചെന്ന ആൺപൂവാണത്. ഇതിൽ വെച്ച് കെട്ടിക്കുകയാണ്. ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകൃതി എന്നുള്ള പരാഗണം നടക്കൂല. ഇവിടെ നമ്മള് വെച്ച് കെട്ടി കൊടുക്കണം. യുഎയിലൊക്കെ എങ്ങനെയാണ് ചെയ്യുക. സൗദിയിലൊക്കെ ചില ഭാഗത്ത് വെച്ച് കെട്ടുന്ന പരിപാടി ഒന്നും ഇല്ലാന്ന് പറയണേ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വെച്ച് കെട്ടി കൊടുത്തെങ്കിലുള്ളൂ ശരിക്കും നല്ല കായ വരിക. അല്ലെങ്കിൽ പലതും പല വലുപ്പയിക്കാരം. ഇതുണ്ടോ, വെച്ച് കെട്ടിയൊക്കെ ഉഷാറാക്കി വെച്ചിട്ട് ഈ ഭാഗം ഞാൻ ഒന്നും കൂടി പൊട്ടുന്നുണ്ട്. അതിലും വെച്ചെടുക്കേണ്ടി വരും. ഒരു പനയിൽ 5 കൊല 6 കൊലക്കേ വെക്കുള്ളൂ, അതിലും കൂടുതൽ വെക്കുക. നല്ല വൃത്തിയിൽ ഇങ്ങനെ കെട്ടിക്കണതാണ്. ഇതേമാതിരി ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കും. ഇത് ഏകദേശം കുറച്ച് കായായി കഴിഞ്ഞാൽ ഈ കെട്ടിന് കെട്ടായിക്കും. ഈ ഈത്തപ്പനയുടെ പോലെ ഉണ്ടെങ്കിൽ കെട്ടിക്കണം കേട്ടോ. അപ്പോൾ ഈ നെബാത്ത് വെക്കണതിനെ പറ്റിയിട്ടും അതെങ്ങനെ വെക്കുക, ഏതൊക്കെ എന്നുള്ളത് അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൺമരം പെൺമരം എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതും ആൺമരത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ആൺമരത്തിന് എങ്ങനെയാണ് പൂവ് കട്ട് ചെയ്തിട്ട് ഉണക്കാൻ വെക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ വിശദമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേറൊരു കഥയും കൂടി കാണിച്ചു തരാം. ഇതുണ്ടോ പൊട്ടി നിൽക്കണം, ഇത് ആൺപൂവാണ്. ഈ ആൺമരത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. ഇതുണ്ടോ, ഇത് ആൺമരം കേട്ടോ. ഇത് കെട്ടി വെച്ചിരിക്കണോ. നമ്മളിപ്പോൾ നേരത്തെ കണ്ട പൂവില്ലേ, അത് കെട്ടി വെച്ചിരിക്കണത്. ഇനി എന്ത് ചെയ്യും, ഇതിൽ പൊട്ട് വരാണ്ട് ഇത് തന്നെ പൊട്ടിക്കഴിഞ്ഞാൽ ഈ കവർ ഇത് പൊട്ടും. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യും. ഇത് പൊട്ടിച്ചില്ല, അതുകൊണ്ട് ഇത് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതാട്ടോ ആൺമരം. ആൺമരം ഓരോ മസറകളിലും വളരെ അപൂർവം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ പൈസ കൊടുത്ത് മേടിക്കുക ചെയ്യാം. ആൺപൂവ് കിട്ടാൻ പണിയാ ഒരുവിധമുള്ളിടത്തൊക്കെ. പലയിന് മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൺപൂ വിൽക്കണേ ഇഷ്ടംപോലെ ഫുട്പാത്തിൽ ആൾക്കാരെ കാണാം. ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ കട്ട് ചെയ്തിനെടുക്കും. ഇതൊക്കെ വലിയ കൊലയാണ്. അതൊക്കെ ഇത് നല്ല ആരോഗ്യമുള്ള ആൺമരാന്ന് തോന്നുന്നു. അതിൻ്റെ പൂക്കൊലൊക്കെ നല്ല വലിപ്പുണ്ട്. വേറെ ഇവിടെ ഒന്നും ആൺമരങ്ങളില്ല. ഇപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഞാനേതായാലും നീ പോയിട്ട് വല്യമ്മക്ക് ഭക്ഷണം ഉണ്ടാക്കണേ. നിങ്ങള് ദുനിയാവുണ്ട് കേട്ടോ തോട്ടം.
കാണാൻ മാത്രം ഉണ്ട്. എത്ര ഏക്കറയെന്നൊന്നും അറിയില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ തന്നെ ചിലപ്പോൾ നമ്മളെ വജ്ജ് തെറ്റും. ഇതിനിപ്പോൾ വന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ ഫുള്ളായിട്ട്. വണ്ടിയോടൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ആ കാണിച്ചെന്ന ആൺപൂവുണ്ടല്ലോ, ഇതേമാതിരി ഒരു പൊട്ട് വരും, ഒരു വര. ആ വര വന്നത് കട്ട് ചെയ്യും. അതിങ്ങനെ നോക്കി നിൽക്കണം, വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പൊട്ടിനോട് കൂടെ കട്ടാക്കും. ഇതേമാതിരി ഇങ്ങനെ പരത്തി വെക്കുക. ഇതിൻ്റെ പൗഡർ ഭയങ്കര മരുന്നാ തരും പറയണേക്കാം. എന്നാ ശരി. ചങ്കടാപ്പളേ മസറേന്ന് നമ്മൾ പുറപ്പെടുകയാണ്. എല്ലാവരോടും കാണുമ്പോൾ കാണാം. ബൈ. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا. അല്ല, ഇനി അബുദാബി റോഡാട്ടാ കാണുന്നത്. വണ്ടികളെ തിരുത്തിനെ പോകും. ഞാൻ റോഡിനാണ് നമുക്ക് പോകേണ്ടത്. إذ قال له ربه أسلم